ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസംബർ 6 തൊഴിൽ വാർത്തയാണ്. ഈ തൊഴിൽ വാർത്ത എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് ഉറപ്പാണ് ഒരു ബേസ് മുതലുള്ള കാര്യങ്ങൾ വരെ ഈ തൊഴിൽ വാർത്തയിലുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൻ കറണ്ട് അഫെയർസ്, ഒരു സെക്ഷൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി പാഠപുസ്തകത്തിലൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു മീഡിയത്തിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ. അപ്പോൾ നമുക്ക് ഈ തൊഴിൽ വാർത്ത ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കണം. ആ ആഴ്ചയിലത്തെ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കണം. 1-2 പ്രാവശ്യം മസ്റ്റായിട്ട് റിവിഷൻ, ഒരു വട്ടം വായന, ഒരു വട്ടം റിവിഷൻ എന്തായാലും ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ പോലെ ആയാലും ഒരു റാങ്ക് ഫയലിൽ പഠനം ഒരു റാങ്ക് ഫയലിൽ ഒതുങ്ങാതെ ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വായിക്കണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും എല്ലാവരും തൊഴിൽ വാർത്ത എടുക്കുക. തൊഴിൽ വാർത്ത എടുക്കുമ്പോൾ നമുക്ക് ഈ തൊഴിൽ വാർത്തകളുടെ കറണ്ട് അഫെയർസ് പേജ് ആദ്യം നോക്കാം. ഓക്കെ, കേരളത്തിലെ ഔറംഗാബാദ് ജില്ലയുടെ ഇപ്പോഴത്തെ പേര്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹെഡിങ്. നമുക്ക് എന്നിട്ട് ഇത് എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, തൊഴിൽ വാർത്ത ഉള്ളവർ തൊഴിൽ വാർത്ത എടുക്കുക, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ഞാൻ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വായിക്കാം, ഒപ്പം പഠിക്കാം. ഓക്കെ, PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്തെന്ന്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. 2022 സെപ്റ്റംബർ 7 PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. സെപ്റ്റംബർ 7 2022 പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഓക്കെ, ഇതൊരു പോയിന്റാണ്. 2023-27 വർഷത്തേക്കുള്ള പദ്ധതി പ്രകാരം ഓരോ ബ്ലോക്കിലും നിലവിലുള്ള 2 വിദ്യാലയങ്ങൾ PM ശ്രീയായി വികസിപ്പിക്കും. 2 വിദ്യാലയങ്ങളെങ്കിലും PM ശ്രീക്കായി വികസിപ്പിക്കുന്ന പറയണേ. ഒരു വിദ്യാലയത്തിന് ശരാശരി 1.13 കോടി രൂപ നൽകും. കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 എന്ന അനുപാതത്തിലാണ്. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കാൻ 27,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതായത് നല്ലൊരു തുക കൊടുത്തിട്ട് PM ശ്രീ പദ്ധതിയിലൂടെ സ്കൂളിനെ, ഓരോ വിദ്യാലയത്തിനെയും ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്, ബംഗാൾ ഒഴികെ കേട്ടോ. കേരളം ചേർന്നെങ്കിലും പിന്നീട് പിന്മാറുന്നതിനായി കത്തു നൽകി. അതും ഒരു ഇത് തന്നെയാണ്, പോയിന്റ് തന്നെയാണ് കേട്ടോ. കേരളം ഉണ്ട് എന്ന് കൊടുക്കുമ്പോൾ കേരളം ഇല്ല എന്ന് വേണം നമ്മൾ എഴുതാൻ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഡോക്ടർ ഹരിണി അമരസൂര്യ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ശ്രീലങ്ക കേട്ടോ. ഒരൊറ്റ ഓർമ്മക്കുറിപ്പിലൂടെ ആഗോള ശ്രദ്ധ നേടിയ ഈയിടെ 35-ാം വയസ്സിൽ അന്തരിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ബെക് സെ ഹി കേട്ടോ. അയാളുടെ ഓർമ്മക്കുറിപ്പാണ് I wanted to die but I wanted to eat തവ്ബോക്കി. ഓക്കെ, ഓർമ്മക്കുറിപ്പ് കേട്ടോ. 2018. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേന മറ്റ് രാജ്യങ്ങളോട് ചെയ്ത അതിക്രമങ്ങളുടെ പേരിൽ ക്ഷമാപണം നടത്തിയ മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഒക്ടോബർ 17 അന്തരിച്ചു. 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേന മറ്റ് രാജ്യങ്ങളോട് ചെയ്ത അതിക്രമത്തിൻ്റെ ബേസിൽ ഇയാൾ മാപ്പ് ചോദിച്ചു. അതാരാ? ടോമിച്ചി മുറയാമ, ജപ്പാൻകാരനാണ് കേട്ടോ. 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേന മറ്റ് രാജ്യങ്ങളോട് കാണിച്ചത് ടോമിച്ചി മുറയാമ. മുറപ്രകാരം അയാൾ മാപ്പ് ചോദിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. 1994-96 കാലത്ത് പ്രധാനമന്ത്രി പദം വഹിച്ച മുറയാമ, ഇത് അയാളാണ് കേട്ടോ. മുറയാമ എന്ത് ചെയ്തു? 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടക്കിയതിൻ്റെ 50-ാം വാർഷിക ദിനമായ 1995 ഓഗസ്റ്റ് 15 നിരുപാധികം മാപ്പ് അപേക്ഷിച്ചത്. ഓക്കെ, എന്നാൽ 2013 പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ ദേശീയ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിനാണെന്ന വാദം ഉയർത്തിക്കൊണ്ട് മുറയാമയുടെ മാപ്പപേക്ഷ തള്ളി. ഓക്കെ, ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായുള്ള നയരൂപവൽക്കരണത്തിനായി സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷയാണ് ആശാ മേനോൻ. ഓക്കെ, ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക,
ഓക്കെ. തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആശാ മേനോൻ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജിയും ആയ മലയാളിയും കൂടിയാണ് കേട്ടോ. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. ഇപ്പോൾ നമ്മളെ ഹെഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എത്തി. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ഛത്രപതി സാംബജി നഗർ സ്റ്റേഷൻ. 2022 ഇത് എന്തായിരുന്നു? ഔറംഗാബാദിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ഛത്രപതി സാംബജി നഗർ സ്റ്റേഷൻ. 2022 മഹാരാഷ്ട്ര സർക്കാർ ഔറംഗാബാദ് ജില്ലയുടെ പേര് ഛത്രപതി സാംബജി നഗർ എന്ന് മാറ്റിയതിൻ്റെ പിന്നാലെയാണിത് കേട്ടോ. മഹാരാഷ്ട്ര സർക്കാർ ഔറംഗാബാദ് ജില്ലയുടെ പേര് തന്നെ ഛത്രപതി സാംബജി എന്ന നഗർ എന്നാക്കി. ഇത് ഛത്രപതി സാംബജി നഗർ സ്റ്റേഷൻ എന്നാക്കി. അപ്പോൾ ഔറംഗാബാദ് മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു പ്ലാനാണ്. ഔറംഗാബാദ് ജില്ലയുടെ പേര് മാറ്റി, റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി. മറാഠ ഭരണാധികാരിയായിരുന്നു ഛത്രപതി ശിവജിയുടെ മകനാണ് സാംബജി. ഓക്കെ. ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിൽ സരയൂ നദീതീരത്ത് നടന്ന ദീപോത്സവത്തിന് 2 ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ഏത് നേട്ടത്തിനായിരുന്നു? ഏറ്റവും കൂടുതൽ മൺചിരാതുകൾ തെളിയിക്കുകയും ഏറ്റവും കൂടുതൽ പേർ ആരതിയിൽ പങ്കെടുക്കുന്നതിനും കേട്ടോ. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് അടുത്തിടെ രാജ്യം വിട്ടത്? മഡഗാസ്കറിലത്തെ കേട്ടോ. ഇപ്പോൾ ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിലെ സരയൂ നദീതീരത്ത് ദീപാഘോഷങ്ങൾ നടത്തിയ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ഏത് നേട്ടത്തിനായിരുന്നു? ഏറ്റവും കൂടുതൽ മൺചിരാതുകൾ തെളിയിച്ചതിനായിരുന്നു അയോധ്യയ്ക്ക്. ഇപ്പോൾ ഇവിടെ പറയുന്നത് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് അടുത്തിടെ രാജിവെച്ച? മഡഗാസ്കറിലത്തെ. എന്തുണ്ടായ? ആൻഡ്രി രാജോലിനിയാണ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് നടന്ന സൈനിക അട്ടിമറിയിൽ പുറത്താക്കിയത് കേട്ടോ. ഫ്രാൻസിൻ്റെ മുൻ കോളനിയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ മഡഗാസ്കർ കേട്ടോ. ഫ്രാൻസിലെ മുൻ കോളനിയായിരുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായിട്ടുള്ള മഡഗാസ്കർ. ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് ഇടം പിടിച്ച കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി. ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ ഇടം പിടിച്ച കർണാടക സർക്കാരിൻ്റെ പദ്ധതി. ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് ഇടം പിടിച്ച കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി. അപ്പോൾ ശക്തി എന്ന് വെച്ചാൽ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച കർണാടക സർക്കാരിൻ്റെ പദ്ധതി. കൂടുതൽ വനിതകൾ സൗജന്യമായി ബസ് യാത്ര നടത്തിയതിനുള്ള ലോക റെക്കോർഡാണ് പത്തി സ്വന്തമാക്കിയത്. കൂടുതൽ വനിതകൾ സൗജന്യമായി ബസ് യാത്ര നടത്തിയതിനുള്ള ലോക റെക്കോർഡാണ് പദ്ധതി സ്വന്തമാക്കിയത്. അപ്പോൾ എന്താ ശക്തി? ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി. കൂടുതൽ വനിതകൾ സൗജന്യമായി ബസ് യാത്ര നടത്തി എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസത്തിന് വേദിയായത് ബുസാൻ, ദക്ഷിണ കൊറിയ കേട്ടോ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസത്തിന് വേദിയായത് ബുസാൻ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസത്തിന് വേദിയായിട്ടുള്ളത് ബുസാൻ ട്ടാ. ഇൻ റോൻ എന്നായിരുന്നു പേര് കേട്ടോ. അതായത് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നിട്ടുള്ള നാവികാഭ്യാസത്തിന് ബുസാൻ ട്ടാ, ദക്ഷിണ കൊറിയ. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് നടത്തിയ നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണം നടത്തിയ നാവികാഭ്യാസമാണ് സമുദ്രശക്തി. അതായത് എന്ത് നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസത്തിന് വേദിയായത് ബുസാനാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് നടത്തിയിട്ടുള്ള നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്നിട്ട് വിശാഖപട്ടണത്ത് നടത്തിയ നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഒളിമ്പിക് മാതൃകയിൽ സംഘടിപ്പിച്ച 2ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്താണ്. ഒളിമ്പിക് മാതൃകയിൽ സംഘടിപ്പിച്ച 2ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്ത്. ആദ്യമായി മേളയിൽ കളരിപ്പയറ്റ് മത്സരം ഉൾപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ചാമ്പ്യൻ പട്ടവും സ്വർണ്ണക്കപ്പും നേടി തൃശ്ശൂർ 2ാം സ്ഥാനത്തും കരസ്ഥമാക്കി. അപ്പോൾ എന്താ പറയണത് ഇതിൽ? ഒളിമ്പിക് മാതൃകയിൽ സംഘടിപ്പിച്ച 2ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ നടന്ന കായികമേള 2ാമത്തെയാണ്, തിരുവനന്തപുരത്താണ് നടന്നത്. ഒളിമ്പിക് സെയിം മാതൃകയിലാണ് നടത്തിയിരിക്കുന്നത്. ആദ്യ ഈ മേളയിൽ കളരിപ്പയറ്റ് മത്സരം ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാമ്പ്യൻ പട്ടവും സ്വർണ്ണക്കപ്പും നേടി തിരുവനന്തപുരം തന്നെയാണ് ചാമ്പ്യന്മാരായത്. തൃശ്ശൂർ 2ാം സ്ഥാനമായി. ഓക്കെ അല്ലേ? ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏത് പദവിയാണ് ലഭിച്ചത്? ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ആണല്ലോ. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തുമ്പ എന്ന ഗ്രാമത്തെ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തുമ്പ എന്ന ഗ്രാമത്തെ
തിരഞ്ഞെടുക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞർ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ എന്താ പറയണേ, ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തുമ്പ എന്ന ഗ്രാമത്തെ തിരഞ്ഞെടുത്തുല്ലോ. റോക്കറ്റ് വിക്ഷേപണം തുമ്പ ഗ്രാമത്തിൻ്റെ പേരാണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ട് തുമ്പ അപ്പോൾ തുമ്പ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ അന്തരിച്ചു. പ്രൊഫസർ EV ചിറ്റ്നസ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു മഹാരാഷ്ട്ര സ്വദേശിയായ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു മഹാരാഷ്ട്ര സ്വദേശിയായ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ്. ഓക്കെ. ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതിലാണ് തുമ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയും തുമ്പയ്ക്കുണ്ട്. 1963 നവംബർ 21 നൈക്കി അപ്പാച്ചി എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റിൻ്റെ വിക്ഷേപണത്തിലും അദ്ദേഹം പ്രധാനമായി പങ്കുവച്ചു. അപ്പോൾ 63 നവംബർ 21 നൈക്കി അപ്പാച്ചി എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റിൻ്റെ വിക്ഷേപണത്തിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈയിടെ അനാച്ഛാദനം ചെയ്തത്? തിരുവനന്തപുരം രാജ്ഭവനിൽ കേട്ടോ. രാജ്ഭവനിലാണ് KR നാരായണൻ്റെ പ്രതിമ. കേരളത്തിലെ എവിടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ അടുത്ത് അനാച്ഛാദനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ. ആരുടെ പ്രതിമ? KR നാരായണൻ്റെ പ്രതിമ. ഒക്ടോബർ 24 അന്തരിച്ച പീയൂഷ് പാണ്ഡെ ഏത് നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്? പരസ്യരംഗത്തെ കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. പരസ്യരംഗത്തെ കലാകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ. ആര്? പീയൂഷ് പാണ്ഡെ അന്തരിച്ചുപോയി അദ്ദേഹം. പ്രമുഖ ബ്രാൻഡുകൾക്കും സർക്കാർ ഏജൻസികൾക്കും വേണ്ടി പ്രശസ്തമായ പരസ്യങ്ങൾ തയ്യാറാക്കി. 88 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദൂരദർശൻ തയ്യാറാക്കിയ മിലേ സുർ മേര തുമാര എന്ന വീഡിയോ ആൽബത്തിന് വേണ്ടി വരികൾ രചിച്ചു കേട്ടോ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദവിയിലെത്തിച്ച 2014 അബ് കി ബാർ മോദി സർക്കാർ, ഇത്തവണ മോദിയുടെ സർക്കാർ എന്ന പരസ്യ പ്രചാരണത്തിൻ്റെ സൂത്രക്കാരനും പീയൂഷ് പാണ്ഡെ ആയിരുന്നു. ഓക്കെ. ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ലുവ്രു മ്യൂസിയം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള പ്രസിദ്ധമായ ലുവ്രു മ്യൂസിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിലാണ്. ഈ മ്യൂസിയത്തിൽ നിന്ന് അടുത്തിടെ അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളും കിരീടങ്ങളും മറ്റും പട്ടാപ്പകൽ മോഷ്ടിക്കപ്പെട്ടിരുന്നു കേട്ടോ. ഈ മ്യൂസിയത്തിൽ നിന്നിട്ട് പാരീസിലെ ലുവ്രു മ്യൂസിയം. ആ മ്യൂസിയത്തിൻ്റെ പേരെന്താണ്? ലുവ്രു മ്യൂസിയം കേട്ടോ. പാരീസിലാണ്. അത് എന്ത് നഷ്ടപ്പെട്ടു? അമൂല്യങ്ങളായ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും കിരീടങ്ങളും മറ്റും പട്ടാപ്പകൽ മോഷ്ടിക്കപ്പെട്ടു. അവസാനത്തെ ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ മൂന്നാമത്തെ പത്നിയായിട്ടുള്ള യൂജിൻ ചക്രവർത്തിയുടെ കിരീടവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഓക്കെ. അപ്പം നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ, അതായത് PM ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ എന്നാണ് ഫുൾ ഫോം. 2022 സെപ്റ്റംബർ 7 വന്നിട്ടുള്ളത്. തമിഴ്നാട്, ബംഗാൾ ഇല്ല. കേരളം ആദ്യം കൊടുത്തു, പിന്നെ പിന്മാറി. ശ്രീലങ്കയിലാണ് ഹരിണി അമരസൂര്യ സന്ദർശിച്ചു. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇയാൾക്കൊരു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 35ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ആര്? അന്തരിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയുടെ പേര് പറഞ്ഞു, ബെക്സി ഹി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടോമിച്ചി മുറമയ, അദ്ദേഹം ജപ്പാൻ സേന 2ാം ലോക മഹായുദ്ധത്തിന് സമയത്ത് നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ക്ഷമ ചോദിക്കുകയുണ്ടായി. പിന്നെ ട്രാൻസ്ജെൻഡറുകൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആശാ മേനോനെ നിയമിച്ചു. മലയാളിയാണ്, ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുമാണ്. ഛത്രപതി സാംബജി നഗറിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പേരാക്കി മാറ്റി. അയോധ്യനെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി. പിന്നെ മഡഗാസ്കറിലത്തെ പ്രധാന പ്രസിഡൻ്റാണ്. പ്രക്ഷോഭത്തെ തുടർന്നിട്ട് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത്, രാജ്യം വിടേണ്ടി വന്നു എന്നാണ് പറയണേ. പിന്നെ ഈ ഫ്രാൻസിൻ്റെ മുൻ കോളനി ആയിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപായിട്ടുള്ള മഡഗാസ്കർ. ആ ഒരു സെൻറ്റൻസും ശരിയാണ് കേട്ടോ. പിന്നെ പറയുന്നത് ബുസാനാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസമായിട്ടുള്ള വേദിയാണ് ബുസാൻ. അത് ദക്ഷിണ കൊറിയയിലാണ്.
പിന്നെ തിരുവനന്തപുരം രണ്ടാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. കളരിപ്പയറ്റ് ആദ്യ മത്സരം ഇനമാക്കി ഓണററി ലഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തു നീരജ് ചോപ്രയ്ക്ക്. പിന്നെ പ്രൊഫസർ ചിറ്റ്നിസ് അദ്ദേഹത്തിനെയാണ് എന്ത് പറഞ്ഞ തുമ്പ റോക്കർ ഗ്രാമം അയാളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഏകനാഥ് വസന്ത് ചിറ്റ്നിസ്. പിന്നെ ഭൂമധ്യരേഖയുടെ അടുത്ത കാന്തിക മണ്ഡലം ഉണ്ട് എന്നുള്ള കാരണത്തോടെയാണ് അദ്ദേഹം ഈ ഒരു ഗ്രാമം തിരഞ്ഞെടുക്കാൻ മുൻകൈയെടുത്തത്. പിന്നെ തിരുവനന്തപുരം രാജ്ഭവനിലാണ് KR നാരായണൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. പീയൂഷ് പാണ്ഡെയാണ് പരസ്യരംഗത്തെ കലാകാരൻ എന്നറിയപ്പെടുന്നു. പീയൂഷ് പാണ്ഡെ മിലേ സുർ മേര തുമാര എന്ന വീഡിയോ ആൽബത്തിന് വേണ്ടി വരികൾ രചിച്ചിട്ടുണ്ട്. ഓക്കെ.